സ്നേഹപാശോ ദാശാർഘൃഷ്ണ്യന്ധകസാത്വദേശു. ഭഗവാനെ, ആദ്യം ഞാൻ പറഞ്ഞു ത്യാഗോയം ദുഷ്കരമായി. ഇന്നോ യാദവന്മാരിലും കൃഷികളിലുമുള്ള എൻ്റെ സ്നേഹമാകുന്ന പാശം പൊട്ടി തകർത്തിരിക്കണു ഭഗവാനെ, പൊട്ടി തകർത്തിരിക്കണു. സന്തോഷമായി എനിക്ക് അവസാനമായി അവർ തുറന്നേ പറയാമു. എന്താ ഉദ്ധവ? ഹേ നമോസ്തുതേ മഹായോഗി, ഹേ യോഗീശ്വര. യോഗീശ്വര എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അനവധി യോഗികളെ കുറിച്ച് കേൾക്കാറുണ്ട്. അതുപോലെ ഒരാളെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും തെറ്റിദ്ധരിക്കരുതേ. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, മൂർത്തിത്രയ ഈശ്വര ത്രിമൂർത്തികൾക്ക് പോലും ആരാധ്യനായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനായ യോഗീശ്വര നമസ്കാരം. അപ്പോൾ ചോദിച്ചു ഭഗവാൻ, ഉദ്ധവ ഞാൻ എന്ത് പറഞ്ഞ ഉദ്ധവ ഞാൻ ഗ്രഹിക്കേണ്ടത്? പ്രപന്നം പാഹിമാമീശ. ഹേയ് സർവേശ്വര, ശരണം പ്രാപിച്ച എന്നെ അനുഗ്രഹിക്കണം. എന്ത് പറഞ്ഞ ഉദ്ധവ അനുഗ്രഹിക്കേണ്ടത്? പറഞ്ഞോളൂ. ഭഗവാനെ, യഥാ ത്വച്ചരണാംഭോജേ രതിസ്യ. അവിടുന്ന് എങ്ങനെ അനുഗ്രഹിച്ചാലാണോ ഈ ഉദ്ധവന് അവിടുത്തെ ചരണാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവുക, ആ വിധത്തിൽ അനുഗ്രഹിച്ചാലും. ഉദ്ധവ ഇല്ലാത്തൊരു സാധനല്ലേ ഞാൻ തരണ്ടു. ഉദ്ധവന് ഇന്ത്യയിൽ ഭക്തി ഉണ്ടല്ലോ. ഭഗവാനെ അനപായിനി, അതിന് അപായം സംഭവിക്കരുത്. അപ്പോൾ ഒരിക്കലും അപായം സംഭവിക്കാത്തതായ ആ ഭക്തി, പ്രേമഭക്തി അവിടുത്തെ ചരണാരവിന്ദങ്ങളിൽ എന്നെന്നും ഉണ്ടാകുവാൻ, ഇന്നത്തേക്കാൾ കൂടുതൽ നാളെ, അതിനേക്കാൾ കൂടെ അടുത്ത ദിവസം, ഓരോ ദിവസം ചെല്ലുന്നതോറും ആ ഭക്തി വർദ്ധിച്ചു വരണേ. അതിനായി ഈ ശരണം പ്രാപിച്ച ഉദ്ധവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ വളകളും മോതിരങ്ങളും അണിഞ്ഞ് തൻ്റെ തുടുത്ത തൃക്കരങ്ങൾ ഉദ്ധവന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. മധർമ്മനിരതോ ഭവ. ഉദ്ധവ, ഞാൻ ഉപദേശിച്ചതായ ഭാഗവതധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനായി തീരട്ടെ, എൻ്റെ ശരണാരവിന്ദങ്ങളിൽ തന്നില്ലാത്ത ഭക്തിയുള്ളവനായി തീരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ തൃക്കരങ്ങളെടുക്കുന്നു. ഉദ്ധവനെ ഒരുപാട് കാര്യങ്ങളെ ഏൽപ്പിക്കാനുണ്ട്, എഴുന്നേൽക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുക. കുറച്ചു നേരം ഭഗവാൻ കാത്തു നിന്നു. ബോധ്യായി ശ്രീകൃഷ്ണ ഭഗവാനെ.